ഒടുവിൽ മീനു മാമി ചട്ടിയിലായി. വലിയ കൊട്ടിഘോഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാനം പോകുമെന്ന് ഭയന്ന് നേർച്ച നേർന്നിരുന്ന മഹാവിടന്മാരെ രക്ഷിച്ച തുണ്ടുമാമി എന്നറിയപ്പെടുന്ന മീനു മാമി ഒടുക്കം ചട്ടിയിലായി. മീനു മാമിയെ പോലെയുള്ള തുണ്ടുനടികളുടെ പരാമർശങ്ങളിൽ പല നടന്മാരും വിടന്മാരാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൽ പ്രമുഖരാണ് തൈരും മീൻചാറും സമാസമം കുഴച്ചടിക്കുന്ന സിദ്ദിഖാക്ക, 2 മെഴുക മുകേഷ്, 3 കാറുമണിയം പിള്ള, 4 കെട്ടിപ്പിടി ജയസൂര്യ, 5 പ്രകാശമുള്ള അമ്മയുടെ മോൻ ഇടവേള ബാബു, 6 തമരടി ബാബുരാജ്. ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ചിരുന്ന പല സംവിധായകന്മാരും ഉച്ചയും കുത്തു വീണു. അവരിൽ പ്രധാനിയായിരുന്നു കുണ്ടന്നൂർ രഞ്ജിത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുവാൻ മഹാവിടന്മാർ ഇറക്കിയത് കോടികൾ, ഇറക്കിയത് തുണ്ടുനടികളെ. അതുകൊണ്ട് എന്തുവേണ്ടി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഒന്നും അറിഞ്ഞതേയില്ല. ഇവന്മാർ ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റിയത് ഇത്തരം ചില ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഇറക്കി ഒരു കലക്കങ്ങ് കലക്കി. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ശ്രദ്ധ ഇവരുടെ ഇക്കിളിക്കഥകളിലേക്ക് ഒതുങ്ങി. മഹാവിടന്മാർക്കും അതുതന്നെയായിരുന്നു ആവശ്യം. അതിനായി അവർ തിരഞ്ഞെടുത്തത് ഏത് മോഡൽ കാർ കണ്ടാലും കൈനീട്ടുന്നവരും അതിൽ ചാടിക്കയറുന്നവന്മാരും ഒക്കെയായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഇവന്മാർ മാത്രമാണ് ആഭാസന്മാർ എന്നല്ല പറഞ്ഞു വരുന്നത്. അടുത്തുകൂടെ പോയ ഏതൊരു പെണ്ണുങ്ങൾക്കും ഒരു ആരോപണം പറയുവാൻ പറ്റിയവന്മാർ ആയിരുന്നു ഇവന്മാരെല്ലാം. ആരോപണങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആദ്യം അമ്മയ്ക്ക് അപ്പനെ തന്നെ നഷ്ടപ്പെട്ടു. ഏറ്റവും അറിയത് സിദ്ദിഖ ആയിരുന്നു. മസ്കറ്റ് ഹോട്ടൽ പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ ലൈംഗിക ശേഷി പരിശോധനയിൽ എന്തൊക്കെ പ്രലോഭനമുണ്ടായാലും തൻ്റെ ലിംഗം ഉണരില്ല എന്ന് മാത്രമല്ല, ഒന്നനങ്ങുക പോലുമില്ല. അപ്രകാരമായിട്ട് 15 കൊല്ലമായി എന്ന യാഥാർത്ഥ്യം ലോകം മുഴുവനുള്ള മലയാളികൾ മനസ്സിലാക്കി. വിടന്മാരെ കൊലയോടെ നാറ്റിച്ചത് മീനു എന്ന മാമിയായിരുന്നു. ആദ്യം അവർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ സകലരും അത് ഏറ്റെടുത്തു, ആഘോഷിച്ചു. മീനുവിൻ്റെ ആരോപണത്തിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടവർ ബാലേന്ദ്ര മേനോനെ കൂടാതെ നടന്മാരായ മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരൊക്കെയായിരുന്നു. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ബാലതാരങ്ങൾ ഒഴികെ എല്ലാവരുടെയും പേര് അവർ പറഞ്ഞു. ഇതിൽ നാറ്റിച്ച് പണ്ടാരമിളക്കി കളഞ്ഞത് ബാലേന്ദ്ര മേനോനെയായിരുന്നു. ഇതിനുശേഷം ബാലേന്ദ്ര മേനോന്റെ പേര് നാട്ടുകാർ റോക്കറ്റ് മേനോൻ എന്നാക്കി മാറ്റി. ഈ അവസരം മുതലാക്കി മീനു മാമിയും മാമിയുടെ ഉപദേഷ്ടാവ് ഗജഫ്രോഡ് കൊല്ലം സ്വദേശി സംഗീത ലൂയിസും ചേർന്ന് നല്ല കൃഷിയാണ് നടത്തിയത്. പക്ഷേ ആക്രാന്തം കൂടിപ്പോയി. ഒടുവിൽ നാണം കെട്ട വിടന്മാർ എല്ലാവരും സഖ്യം ചേർന്ന് മീനുമാമിക്കിട്ടും വക്കീലിനിട്ടും 8ന്റെ പണി കൊടുത്തു. വിടന്മാർ വക്കീലുമായി ഡീലുണ്ടാക്കി അകത്തു പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കി. അതോടൊപ്പം മാമിക്കെതിരെ ഇവർ നിരവധി കേസുകൾ, പോക്സോ കേസുകൾ ഉൾപ്പെടെ പലയിടങ്ങളിലും ഫയൽ ചെയ്തു. ബാലേന്ദ്ര മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ കാക്കനാട് സൈബർ പോലീസ് മാമിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ മീനുവിന്റെ കൂട്ടാളിയും മുഖ്യപ്രതിയുമായ സംഗീത് ലൂയിസ് വക്കീലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരുന്നു. ഒടുവിൽ മാമിയെ ചെന്നൈ പോലീസ് എത്തി ഇന്നലെ രാത്രി ആലുവയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് വിൽക്കുവാൻ ശ്രമിച്ചെന്ന കേസിലാണ് മീനു മാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിച്ചു. 2014 കേസിനാസ്പദമായ സംഭവമെന്നാണ് വിവരം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ബന്ധുവിനെ തമിഴ്നാട്ടിലെത്തിച്ച് സെക്സ് മാഫിയയ്ക്ക് കൈമാറുവാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ചെന്നൈ തിരുമംഗലം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. വിടന്മാർക്ക് പണി കൊടുത്തതിന്റെ പ്രതികാരമായിട്ടാണ് 2014 നടന്നെന്ന് ആരോപിക്കുന്ന കേസിൽ ഉണ്ടായ ഈ അറസ്റ്റ് എന്ന് വ്യക്തം. തമിഴ്നാടാകുമ്പോൾ ഇവന്മാർക്കത് നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുവാനും സാധിക്കും. വിടന്മാർ നടികൾക്ക് ഇതിലൂടെ നൽകുന്ന ശക്തമായ ഒരു സന്ദേശമാണ്. വിടന്മാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് അറിയാവുന്നത് കൊണ്ടാണ് പല നടിമാരും മിണ്ടാതിരുന്നത്. അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആവിയായി. സിറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറച്ച് ഇക്കിളിക്കഥകൾ കേട്ട് പൊടിയും തട്ടി തിരികെ പോയി. വിടന്മാർ അവന്മാരുടെ പാട്ടിനും പോയി. നാട്ടുകാർക്ക് ചെറിയൊരു തുണ്ടുപടം കണ്ട ഒരു ഫീലും കിട്ടി. ഇത്രയുമൊക്കെ പോരെ. മഹാനടികർ മുഖം കൊണ്ട് അഭിനയിക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ലാലേട്ടൻ തൻ്റെ വിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കും എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ജനനേന്ദ്രിയം കൊണ്ട് ബാഹാഭിനയങ്ങൾ കാഴ്ചവെക്കുന്ന മഹാനടിയെ നിങ്ങൾ അറിയുമോ?
വെറുതെ നടക്കുമ്പോൾ മാത്രമല്ല, പ്രസവ സമയത്ത് പോലും തൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ആ കോൺട്രാക്ഷൻ്റെ അഭിനയ സാധ്യതകൾ വരെ ഒപ്പിയെടുക്കുവാൻ കാലകത്തി ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന ആ മഹാനടി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആന്തിനാടാ പന്നി അസ്ഥാനത്തൊരു പടക്കം പൊട്ടിച്ചത്? ആ മഹാനടി അമ്മയാകുമ്പോൾ എല്ലാം കലങ്ങിത്തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. ബി പോസിറ്റീവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.